വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഏതായിരുന്നു നമ്മൾ ചെയ്തത്? അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ സ്റ്റൂ ആണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫിൻ്റെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സാധാരണ ബീഫ് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല വഴറ്റി കുറേ നേരം സവാളയൊക്കെ ഇങ്ങനെ വഴറ്റി നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ബീഫ് കറിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കുറുക്കി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം ഇത് തിക്കറായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും, ചിലർക്ക് അങ്ങനെ ചാറ് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ചാറ് വേണം കേട്ടോ. നനക്കുട്ടിനൊക്കെ ചാറ് ഇഷ്ടമുള്ളവരാണ്. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് കുറുക്കി അങ്ങനെ എടുക്കാം. ഇല്ല നിങ്ങൾക്ക് അപ്പത്തിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ രീതിയിലും എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് അപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നിട്ടാണ് കേട്ടോ. അപ്പം അതെ ഞാൻ കാണിക്കാം. ഇത് ഞങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലെ എന്താ പറയുക വാൾപേപ്പറാണ് കേട്ടോ. ജീസസ് ദ വേ ട്രൂത്ത് ആൻഡ് ലൈഫ് അതുള്ളൊരു വാൾപേപ്പർ ഉണ്ട്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അപ്പയുടെ കരവിരുതുകളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഇത് ഇൻട്രോ എടുക്കുന്നത് ബെഡ്റൂമിലായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് പോവാം, കിച്ചണിലേക്ക് പോയിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, മീൻസ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. 1 കിലോ ബീഫായിരുന്നു കേട്ടോ വാങ്ങിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിരുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ഉണ്ട്. ചെറിയ 2 ഇഞ്ചി ഉണ്ട്, പീസ് ഇഞ്ചി. പിന്നെ ഒരു വലിയ എന്താ പറയുക വെളുത്തുള്ളി. അപ്പോൾ അത്രയാണ്, ഒരു 10 അല്ലി വരുമായിരിക്കും അത്. അത്രയാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇതിൻ്റെ പകുതി മതി നമുക്ക് ആദ്യം കുക്കറിലിട്ട് വേവിക്കാനായിട്ട്. ഇതിൻ്റെ പകുതി സാധനങ്ങൾ, പച്ചമുളക് ഇടണ്ട, ബാക്കി പകുതി സാധനങ്ങൾ മാത്രം കുക്കറിലിട്ട് വേവിച്ചാൽ മതി ആദ്യമായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇത് എണ്ണ, നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പകുതി നമ്മൾ അരിഞ്ഞ് വെച്ചതിൻ്റെ പകുതി സാധനങ്ങൾ ഇട്ടാൽ മതി. പച്ചമുളക് ഇപ്പോൾ ഇടണ്ട കേട്ടോ. പിന്നെ അതിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, അത് കാശ്മീരിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. എൻ്റെ കസിനല്ല, സൈച്ചാൻ്റെ ഒരു കസിനുണ്ട് കേട്ടോ. സൈച്ചാൻ്റെ കസിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ സൈച്ചാൻ്റെ ബ്രദറാണ്, മാമിയുടെ മോനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു ടിപ്പാണ് ഈ നമ്മുടെ എന്താ പറയുക ചിരട്ടയുടെ ഇതില്ലേ, അല്ല ചിരട്ട ഇതില്ലല്ലോ, ചിരട്ടയില്ല, ചിരട്ട. അത് അതിലൊരു പീസ് നല്ലപോലെ കഴുകി ഇതിലേക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൊഴുപ്പൊക്കെ ഇതാവും, നല്ലപോലെ വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട്. അയച്ചാൻ പറഞ്ഞെന്ന് പുള്ളി അദ്ദേഹം അച്ഛനാണ് കേട്ടോ. അപ്പം നമ്മൾ അയച്ചാന്ന് വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ടിപ്പാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഒരു നേരെ വെള്ളം ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് നമുക്കത് അടിച്ച് വെച്ചിട്ട് വേവിക്കാം. നിങ്ങളുടെ ബീഫിൻ്റെ ഇതനുസരിച്ച് എത്ര വിസിലാന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 4-5-6 വിസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞു, തേങ്ങ വേണം കേട്ടോ. ഒരു അരമുറി തേങ്ങയില്ല, ഒരു ചെറിയ അരമുറി തേങ്ങയുടെ പെരുംജീരകം, കുറച്ച് ജീരകം ഇട്ടാൽ മതി. പിന്നെ വേറൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് കടുകിട്ട് പച്ചമുളകും പിന്നെ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ടിട്ട് അതിലൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി തന്നെയാണ് കേട്ടോ, ഒരു 2 ടീസ്പൂൺ ഇത് കൊറിയാൻഡർ, അത് ആ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ താളിക്കുന്നത് ബേസിക്കലി താളിച്ചെടുക്കില്ല, പക്ഷേ അതിനകത്ത് സ്പൈസസ് ഇടുന്നതേ ഉള്ളൂ. അതിട്ടിട്ട് നല്ലപോലെ വഴറ്റി സൈഡ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ വെന്ത് കഴിയുമ്പോഴത്തേന് കുക്കർ തുറന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിൽ അത് പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് തിളപ്പിക്കുക. അത് തിളച്ചൊന്ന് വരുമ്പോഴത്തേന് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കും എന്ന പ്രതീക്ഷയും വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.
എന്നാലല്ലേ നമുക്കൊരു ഊർജം കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നേരിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.